ഈ വികസനം എന്ന് പറഞ്ഞപ്പോൾ ഇവർ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഞങ്ങൾ അവരോട് പോകാൻ കാര്യം ആരെങ്കിലും ഒരാൾ വേണ്ടേ? BJP-ക്കാർ ഇത് NSS കേസിന് പോയി ഇവരെ ഓടിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നില്ലേ? നിങ്ങൾ വിചാരിച്ചാൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് ഈ പ്രശ്നം, ശബരിമലയുടെ പ്രശ്നം അവസാനിപ്പിക്കരുതോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നറിയാം, ഞങ്ങളത് ചെയ്യും. എന്താണ് ചെയ്തോ? ചെയ്തില്ല. വികസനം ഞങ്ങളിപ്പോൾ പ്ലെയിൻ ഇറക്കുമെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തീവണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു. എവിടെ തീവണ്ടിയും പ്ലെയിനും ഒക്കെ? ഇവരെന്തോ ചെയ്തു ആ ക്ഷേത്രത്തിന് വേണ്ടി? വടക്കേ ഇന്ത്യയിലുള്ള നദികൾ മുഴുവൻ ആളിനെ കാവിലിട്ടിരിക്കുക, അത് വൃത്തികേടുണ്ടാകാതിരിക്കുക. വെള്ളമൊക്കെ ശുദ്ധി ചെയ്ത് വളരെ ഇതായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. നമ്മളിവിടുന്ന് അവിടെ പോകുന്ന ശബരിമലയിൽ ആ പരിപാവനമായ പമ്പാ നദി, അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്. അതിൻ്റെ കീഴെ മുങ്ങിയച്ചല്ല ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10.5 വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. എന്തോ ചെയ്തു? അപ്പോൾ ഇവർ എന്തെങ്കിലും ആട്ടെ, രാഷ്ട്രീയമാട്ടെ, എന്താകട്ടെ, അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് സഹകരിച്ചേക്കാന്ന്. എന്ത് കോളിളക്കമായിരുന്നു ഇവിടെ എന്നറിയാം, ഭയങ്കര കോളിളക്കം. അതുകൊണ്ട് NSS-ന് അതിലൊന്നും പിന്മാറ്റാനില്ല. ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചോദ്യം വേണം ചോദിച്ചു, എല്ലാത്തിനും ഉത്തരവുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ 10-20,000 നായന്മാരുണ്ടായിരുന്നു സമ്മേളനത്തിൽ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടുത്തെ ഇത് മീഡിയ സോറി നമ്മുടെ എന്താ പറയും, യൂട്യൂബ് അതല്ലോ, നവമാധ്യമങ്ങൾ അല്ലേ, സോഷ്യൽ മീഡിയ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ എന്തെല്ലാം പറഞ്ഞു.